എല്ലാ സംകൂട്ടിയൊക്കെ ഇത് എന്തേ കാണുന്നത്? ഒരു 1/2 സെന്റ് സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരു 50 കിലോത്തിന് മുകളിൽ പടവലം പൊട്ടിക്കാനുണ്ടല്ലോ. ഇത് 1 സെന്റിൽ നമ്മൾ പന്തലിട്ടാണ്. ഈ 4 ചെടിക്കും വേണ്ടിയിട്ട് 4 ചെടിയാണ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുമോ എനിക്ക് അറിയില്ല കേട്ടോ. നോക്കി നോക്കി, ആകെ ഒരു 4 കട മാത്രമേ ഉള്ളൂ. അതിന്റെ കമ്പറാണ്, ആ ചെടിന്റെ കമ്പറാണ്. ഇവിടെ രണ്ടോ അവിടെ രണ്ടോ. 1 സെന്റിൽ നമ്മൾ പന്തലിട്ടാണ്. ഈ 1 സെന്റിൽ പന്തലിട്ടടുത്തേക്ക് പടർന്നിട്ടില്ല, പടർന്ന് വരുന്നുള്ളൂ. ഈ കാലുമക്കൂടെ ഇവിടുന്ന് കയറിയതിന്റെ ശേഷം പന്തൽമേലേക്ക് വേണ്ടി പ്രവേശിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം 50 കിലോ നമുക്ക് കട്ട് ചെയ്യാൻ പാകമായത് ഇപ്പോൾ ഇതുമേൽ റെഡിയാണ്. കുറച്ച് നമ്മൾ കട്ട് ചെയ്തതാണ്, ഒരു 5-6 കിലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോഴായിട്ട്. ഫസ്റ്റ് കഴിച്ചതൊക്കെ ഇങ്ങനെ വീട്ടാവശ്യത്തിനും ലോകക്കാർ വരുമ്പോൾ കൊടുക്കാനൊക്കെ ആയിട്ട് വിറ്റിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ വിൽക്കാൻ കുറച്ച് പറിക്കണം വിചാരിച്ചാണ്. ഏകദേശം 50 കിലോ ഇപ്പോൾ ഇതുമേൽ റെഡി ആയതുണ്ട്. ഫുള്ള് പറിക്കില്ല, ഒരു 30 കിലോ നമ്മളിപ്പോൾ പറിക്കും. നോക്കി നോക്കിയാ വെറും 1/2 സെന്റിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഇതേപോലെയൊക്കെ പടവലും ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ എന്തായാലും ഭക്ഷ്യസുരക്ഷമാവാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മെനക്കെടണോ? ഇത് മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെടി പിടിപ്പിച്ച് നനച്ച് ചെടി പിടിപ്പിച്ച് ഇനിയിപ്പോൾ മഴക്കാലം എത്ര കാലം ഇത് ചെടി നിൽക്കുന്നുണ്ടോ അത്ര കാലം നമ്മൾ നനക്കണ്ടല്ലോ, മഴ കൊണ്ടല്ലോ കിട്ടുന്നത്. പക്ഷേ മഴൻ്റെ ഒരു മാസം മുമ്പ് നമ്മൾ ചെടി പിടിപ്പിക്കണം. മഴ പെയ്തതിൻ്റെ ശേഷം ഈ പടവലം ഉണ്ടാവില്ല കേട്ടോ, മെനക്കെടണ്ട. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ അസംകുട്ടിയൊക്കെ പറയുന്നത്. ഇപ്പം ഇനിയും സമയം വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ നല്ല ജൂണിലെ പെരുമഴയാകുമ്പോഴേക്കും വിത്ത് നട്ടാ കിട്ടൂലേ? അതെ, ഇപ്പൊക്കെ വെച്ചാലും കിട്ടും, പക്ഷെ ഇത്ര റെഡി ആവില്ല. ഒരു മാസം മുമ്പ് ഏപ്രിൽ പകുതിക്ക് നട്ട്. ഏപ്രിൽ പകുതി നട്ടാണ്. അങ്ങനെ വന്നിട്ട് മെയ് മാസത്തിൽ ഇത് പടർന്ന് പന്തൽമേലേക്ക് എത്തണം. ജൂണിൽ മഴ പെയ്യുമ്പോഴേക്കും എന്താണോ പന്തൽമേലേക്ക് വള്ളി വീശി തുടങ്ങണം. അതിൽ മഴ പെയ്യുമ്പോൾ പിന്നെ പുടുത്തല്ലാതാണ് പോവുക ചെയ്യുക. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ 1 സെന്റൊക്കെ ഇതിന് പന്തലിട്ടിരുന്നത്. പകുതിയിൽ എത്തിയിട്ടുള്ളൂ. ഇനി പോകും. ഇപ്പൊ മഴ ഇതിപ്പോ തണുത്തിട്ടുള്ളൂ, നമ്മുടെ കിണറ്റിൽ ഇന്നലെ വെള്ളമായിട്ടുള്ളൂ. അപ്പൊ പിടുത്തില്ലാത്ത പോലെ ചെടിയും വളരും, പിടുത്തില്ലാത്ത പോലെ പടവലും ഉണ്ടാവും. ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ വർഷം നട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട, അത് ഓർത്ത് വെച്ചോ. അടുത്ത വർഷം നമുക്ക് ഒരു മഴക്കാലം വരുന്നതിന് 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് നടുക, പന്തലൊക്കെ റെഡിയാക്കി വെക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ചെടി വിത്ത് നട്ടതിന് ശേഷം കുറേ നിലത്ത് പടന്നതിന് ശേഷം പിന്നൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആകരുത്. കവുത്ത് വെക്കണ മുമ്പ് തന്നെ, തല വെക്കണ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പന്തലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വരുന്ന തലനെ നേരെ ഓല ഇഷ്ടത്തിന് കയറി പോകണം. നമ്മൾ എടുത്ത് വെച്ച് കെട്ടി കൊടുക്കാതെ. കെട്ടി കൊടുത്താൽ 15 ദിവസം പിന്നെ അടക്കും, നേർക്ക് വരില്ല, ഒന്നുകൂടി ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് പോവും. അങ്ങനെ ഒന്നും ചെയ്യാതെ ചെടി കവുത്ത് തല വെക്കണതിന് മുമ്പ് തന്നെ പന്തൽ റെഡിയായി പോകണം. ഇതിപ്പോ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വളം ചെയ്തതാ. വളം ചെയ്തത് നമ്മൾ കോഴിവളവും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഈ 1 മീറ്റർ സ്ഥലത്ത് നല്ലോണം മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഈ 2 വിത്ത് വെക്കുക ചെയ്ത്. അതിന് ശേഷം 22 ദിവസം അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ വീണ്ടും ഒരു കോഴിവളം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിച്ചതിന് ശേഷം 1 ഇഞ്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 കണ്ണിൻ്റെ അത്ര ചെടിൻ്റെ വള്ളി നമ്മൾ ഇതിൽ താഴ്ത്തിട്ടു, നിലത്ത് താഴ്ത്തിട്ട് നേരെ ചെടി ഇവിടുന്ന് മുളച്ച ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യരുത്, പടക്കാൻ സമ്മതിക്കരുത്. കുറച്ചങ്ങോട്ട് പൊന്തിയതിൻ്റെ ശേഷം നമ്മൾ രണ്ടാമത് അയിമന്ന് അറുത്തിട്ട് ഒരു 1/2 മീറ്റർ 3/4 മീറ്റർ മണ്ണിലേക്ക് ഇങ്ങോട്ട് ചെരിച്ചു വെക്കണം. വള്ളി വലിച്ച് ഈ 4 കമ്പടം നമ്മൾ താത്തി മണ്ണിൽ വെച്ചാൽ ഈ 4 കമ്പടത്തുമ്പോൾ മുരട്ടുന്ന് വരുന്നതിലേറെ വേരെന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും ചെടി. അപ്പോഴാണ് ഈ കരുത്ത് വരുള്ളൂ. നേരിട്ട് ചെടി കുഴിച്ചിട്ടതിൻ്റെ ആ വേര് മാത്രം പോരാ, കുറച്ചും കൂടി വേരിനുള്ള സൗകര്യം 4 കണ്ണി നമ്മൾ എന്ത് ചെയ്യണം, കയറിയ വള്ളി അവിടുന്ന് അറുത്തെടുത്തിട്ട് ഒരു 1/2 മീറ്റർ നമ്മൾ മണ്ണിൽ പതിച്ചതിന്റെ ശേഷം പിന്നെ കയറാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. അതായത് അറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടർത്തിരിക്കുക, ഇല ഒഴിവാക്കിയ 1/2 മീറ്റർ തണ്ട് മണ്ണിൽ കയറ്റി ആക്കിയതിന് ശേഷം തല അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ അങ്ങോട്ട് കയറി പോകും. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതുപോലെ കായ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അത് ഇതുപോലുള്ള ടിപ്പുകൾ നമ്മളെ കർഷകരുടെ അടുത്തുനിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കിക്കോ, 100% റിസൾട്ട് ഉറപ്പാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തത്? പിന്നെ ഇപ്പോൾ ഈ 2 മരടിന് ഒരു 20 ഗ്രാം ഒരു മരടിന് വരുന്നതിലേക്ക് ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടെ കൂട്ടിയാണ് മിക്സ് ചെയ്താണ് വളർട്ടാണ്. എങ്ങനെയാണ് അനുപാതം എടുത്തത്? എങ്ങനെയാണ് അനുപാതം? പകുതി 1 കിലോ ഫാക്ടംബോസിന് 1 കിലോ പൊട്ടാഷ്യം എടുത്തുകൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് ഒരു 150 20 ഗ്രാമിന് ഇപ്പൊ 80 ഗ്രാം വരും ഈ 4 ചെടിക്കും കൂടി. അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ടു. അവിടുന്ന് ഒരു 15 ദിവസം കഴിയുമ്പോൾ അതിന്റെ ബാക്കിയുള്ള അതേമാതിരി തന്നെ 80 ഗ്രാം വീണ്ടും ഇട്ട് കൊടുത്ത് അത് തന്നെ വളരല്ലേ. അവർ 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 20 ഗ്രാം ഒരു ചെടിക്ക് വരുന്നേക്ക് ഇംഗ്ലീഷ് ചെയ്തു. പിന്നെ 2 പ്രാവശ്യം ഒരു 20 ലിറ്ററിന്റെ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളത്തിൽ 2 ചിരട്ടയിലെ ചാണകം കട്ടി കൂടിയാൽ ഈ സാധനം വളരാൻ കൂട്ടക്കൂല കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യണം, കട്ടി കുറച്ച് പാരണം. കാരണം വേര് പോയ എല്ലാ സ്ഥലത്തേക്കും ഇത് പോകണം. കട്ടിയിൽ ഒഴിച്ചാൽ അത് അവിടെ തന്നെ കിടക്കും. വേര് പോയ എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ എഫക്റ്റ് ചെല്ലൂല. അപ്പോൾ എന്ത് ചെയ്യണം, വളരെ കട്ടി കുറച്ചാണ്ട് 4 ദിവസം 5 ദിവസം കഴിയുമ്പോഴും കലക്കിക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ 2 ചിരട്ട 20 ലിറ്റർ വെള്ളത്തിൽ
2 ചിരട്ട ചാണകം ഇടാവോ, എന്നിട്ട് നല്ലോണം കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്താൽ ഇതിന് വേറെ എവിടെയൊക്കെ പോയിക്കണോ ആ സ്ഥലത്തേക്ക് ഫുള്ള് ആ ചാണകത്തിൻ്റെ ആ സത്ത അങ്ങോട്ട് ചെല്ലും. അങ്ങനെ 2 പ്രാവശ്യം ചാണകവും കലക്കിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ പറഞ്ഞ കൃത്യമായ എന്താ പറയുക ബാലൻസ് ചെയ്ത വളപ്രയോഗമാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ താഴത്തെ ഇലകൾക്ക് പോലും ഒരു പുള്ളിക്കുത്തോ പഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി ആ സൗണ്ടൊക്കെ ഇനിയിപ്പോ ഇത് ഏകദേശം എത്ര നാൾ വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും? വിളവെടുപ്പ് ഇപ്പൊ മറ്റേ പച്ചക്കറിന്റെ ഒക്കെ മാതിരി തന്നെ 100 ദിവസം ഇതിന് ആയുസുള്ളൂ. ആ, നമ്മളിപ്പോ ജൈവവളം തന്നെയാണെങ്കിൽ അതായത് ഒരു 120 ദിവസം വരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നീട്ടാൻ പറ്റും. അതിപ്പോ ഈ 20 ഗ്രാമിലേറെ ഇംഗ്ലീഷ് വളം അടിച്ചാൽ മതി. അപ്പൊ 40 ഗ്രാം ഒരു ചെടിക്ക് വരുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ആ 90 ദിവസം 100 ദിവസം തന്നെ കിട്ടുള്ളൂ. അത് ഈ 20 ഗ്രാം ഒരു ചെടിക്ക് വരുന്നതിൽ ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും 20 ഗ്രാം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാണ്ട് അതിനനുസരിച്ച് ജൈവവളം കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു 120 ചിലപ്പോൾ 140 ദിവസം വരെയൊക്കെ എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോകാൻ പറ്റും. വള്ളി കേടാതെ ഇങ്ങനെ ഇത് അടിനെ ഈ നൃത്തം ഇങ്ങനെ നിന്ന് തരണം. ഈ ഇല പഴുക്കാതെ, ഇല പഴുക്കൽ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ചെടി ബയോട്ടാണ് റിവേഴ്സിലേക്കാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഇല ഇവിടെ നിൽക്കുക, ചെടി ഇങ്ങനെ കമ്പളം വെച്ചുകൊണ്ട് നിൽക്കുക, അപ്പോൾ അങ്ങനെ മുന്നോട്ട് തന്നെ പോകും. അത് ചിലപ്പോൾ 140 ദിവസം വരെ നമുക്ക് ഉണ്ടാകാം. 100 ദിവസം കൊണ്ട് എല്ലാ ചെടികളും പച്ചക്കറി ഈ ഐറ്റത്തിൽപ്പെട്ടൊക്കെ പോകും. അതിന്റെ കാലാവധി കഴിയും. അസംകുട്ടിയൊക്കെ എടുത്തു വന്നിട്ട് ഓരോ കൃഷിയും ഞങ്ങൾ പരിചയപ്പെടുമ്പോഴാണ് ഇത്രയ്ക്ക് വിളവുണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെടുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് പോലെയല്ല, ഇത് ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതാണ്. വെറും 4 കടയിൽ നിന്ന് അതൊരു 1/2 സെന്റ് പോലും ഇല്ലാത്തടത്താണ് ഈ പറഞ്ഞ പോലെ ഒരു 50 കിലോയ്ക്ക് മുകളിൽ ഈ പടവല ഉണ്ടായി. ഇവിടെ മണ്ണുമില്ല കേട്ടോ, മണ്ണുമില്ല, ഒരടി മണ്ണുള്ളൂ. ഈ പാറ കാണിച്ചു കൊടുത്താള്, ഈ പാറന്റെ ബാക്കി പാറയാണ് അതിന്റെ അടിയില്. അതായത് മണ്ണില്ല, ഈ ഉള്ള മണ്ണ് ചെനങ്ങിയിട്ട് കണ്ട് റെഡിയാക്കി എന്നല്ലാതെ ഒരടി മണ്ണുള്ളൂ. അതിന് വേണ്ടി നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ഒരടി മണ്ണ് മാത്രം ഉള്ളടത്താണ്. വലിയ കണ്ടീഷൻ, നല്ല സ്ഥലത്താണ്, ഒന്നും തെറ്റിദ്ധരിക്കണ്ട. തനിച്ച പാറയാണ്, 1 അടി മണ്ണ് മാത്രമേ ഉള്ളൂ ഇത് വെച്ച സ്ഥലത്ത്. ആർക്കും വന്നാൽ കാണാം, കുമ്മണ സ്കൂളിൻ്റെ അടുത്ത് റോഡിന്റെ സൈഡിൽ തന്നെയാണ്. എങ്ങോട്ടും നടന്നു പോകാനൊന്നുമില്ല, വണ്ടി അവിടെ നിർത്താം. ഇത് ചെയ്ത സ്ഥലമൊക്കെ കാണാം, ഈ വിളവും കാണാം. ആരും വന്ന് കണ്ടോളി, സംശയങ്ങൾ ചോദിച്ചറിഞ്ഞോളി, നമുക്ക് അതിൽ സന്തോഷമുള്ളൂ. കേരളത്തിൽ 95% ആളുകളുടെയും വീട്ടിൽ കുറഞ്ഞതൊരു 1/2 സെന്റ് സ്ഥലമെങ്കിലും മുറ്റം ഉള്ളവരായിരിക്കും, അല്ല സൗണ്ടിയൊക്കെ? ഉറപ്പല്ലേ? അപ്പൊ ഇതേപോലെ ഒരു 4-5 കടയൊക്കെ നമുക്ക് എന്തായാലും നടാൻ പറ്റും. ഇതുപോലെയൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കാം. അതോടൊപ്പം തന്നെ ഇതൊരു വലിയൊരു മാനസിക ഉല്ലാസം കൂടിയാണ്. ഉറപ്പല്ലേ? സന്തോഷമല്ലേ ഇത് കാണുന്ന സന്തോഷമാണ്. പിന്നെ ഇതിങ്ങനെ ചെയ്ത് ചിലപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്പിയോണ്ടാണ് ചെയ്യുന്നത്. ഇത് കമ്പിയും അതിന്റെ മേലെ നെറ്റുമാണ്. ഇപ്പൊ ഈ വല 3 വർഷം ഗ്യാരണ്ടി പറഞ്ഞ വലയാണ്. ഈ ചിലക്ക് വെയിലും മഴയും കൊണ്ടാലും 3 വർഷം അവിടെ നിൽക്കും. ഇതേമാതിരി കമ്പി വെച്ചാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഇത് പോകുമ്പോഴേക്ക് നമ്മൾ പാക്കറ്റിൽ ഇതൊരു 20 ദിവസം കൊണ്ട് പോകും മരം എന്ന് കണക്കാക്കിയാൽ 20 ദിവസം കൊണ്ട് 20 ദിവസം നമുക്ക് തയ്യിനെ നമുക്ക് പാക്കറ്റിൽ കൊണ്ടുനടക്കാം. നല്ല കമ്പോസ്റ്റൊക്കെ ഇട്ടാണ്ട് പാക്കറ്റിൽ തൈ പിടിപ്പിച്ച് അവിടെ 20 ദിവസം മൂപ്പായ തൈ ഇതൊക്കെ വള്ളിയാണ് വലിച്ച് ഒഴിവാക്കിയാണ്ട് ഇതേ സ്ഥലത്തിന് എന്ത് ചെയ്യുക, വേറെ സാധനം പടവന്തനം വെക്കരുത്, വേറെ സാധനം ഇപ്പൊ ചെരങ്ങ ഇളവനോ എന്തെങ്കിലും ഇതിൽ തന്നെ ഈ കുഴി തന്നെ വീണ്ടും വെച്ചാൽ ഇതേ പന്തൽ മതി. എന്നും 360 ദിവസം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പന്തൽ ഒഴിയാതെ ഒരു സാധനം നശിക്കുമ്പോൾ വേറെ സാധനം നമുക്ക് കയറ്റിയാണ്ട് ഈ പന്തൽ നല്ല കണ്ടീഷനിൽ മരം കൊണ്ടൊന്നല്ലാതെ ഇതേമാതിരി കമ്പി കൊടുത്താണ്ട് ഇട്ടാൽ നമ്മൾ ചുറ്റുഭാഗം കമ്പിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പന്തൽ എത്ര കാലമാണെങ്കിലും ഇവിടെ നിന്നോളും. വലക്ക് കേടുവരുമ്പോ നെറ്റ് കേടുവരുമ്പോ മാറ്റി കൊടുത്താൽ മതി. രോഗങ്ങളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല. ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച അസംകുട്ടിയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.